ലിഡിയ ജേക്കബ് കൂടി ചേരുകയാണ്. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്നാണ്. ഒപ്പം തന്നെ പല കോണുകളിൽ നിന്ന് പ്രതിഷേധവുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. തീർച്ചയായും ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്ന് നടക്കും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. ഇന്നലെയാണ് ഉഷ ജോസഫിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ തന്നെ വിവിധ പരിശോധനകൾ പൂർത്തിയായിരുന്നു. പ്രത്യേകിച്ച് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. അതിൽ കത്രിക ഏത് ഭാഗത്താണ് എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ശസ്ത്രക്രിയ നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലത്തെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അടക്കം വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം, ഷാനിമോൾ ഉസ്മാൻ അടക്കം വിവിധ നേതാക്കൾ ഉഷയെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ഉഷയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി അടിയന്തര ശസ്ത്രക്രിയയുടെ ഒരു ആവശ്യമില്ല എന്ന് തന്നെ ഇന്നലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഒരു തൃപ്തികരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തേക്ക് ശസ്ത്രക്രിയ മാറ്റിയിരിക്കുന്നത്. എന്തായാലും 5 കൊല്ലമായി ഈ ഒരു വേദന തിന്ന് ഉഷ നടക്കുകയായിരുന്നു. അതിനൊരു ഉടനടിയുള്ള ഒരു പരിഹാരം എന്ന് തന്നെ വേണം. ഇതറിഞ്ഞ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനപ്രതിനിധികളടക്കം ഇടപെട്ട് മാറ്റുകയും അതിലൊരു അടിയന്തര നടപടിയിലേക്ക് കടക്കുകയുമാണ്. പക്ഷേ അതേസമയം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോഗ്യ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഇന്നും തുടരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാൻ പോവുകയാണ്. ഈ ഒരു ശസ്ത്രക്രിയയുടെ കേസിൽ മാത്രമല്ല, ഇതിനു മുൻപും ചികിത്സാ പിഴവുകൾ, പ്രത്യേകിച്ച് നെടുമ്പങ്ങാട് അടക്കം ചികിത്സാ പിഴവുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പിഴവ്, അതും വലിയ പിഴവ്, ഗുരുതരമായിട്ടുള്ള പിഴവ്, ശസ്ത്രക്രിയയിൽ പിഴവുണ്ട് എന്നത് കണ്ടെത്തുകയും ഒരു കത്രിക വയറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഗുരുതര പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഒരു പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. മാത്രമല്ല, ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കേസ് വന്നത് ഹർഷിനയുടെ ആയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ പിഴവ് സംഭവിക്കുകയും ഇതുപോലെ തന്നെ സമാനമായ കേസ് സംഭവിക്കുകയും ചെയ്തിരുന്നു. അത് ഈ ഹർഷിനയും സമാനമായ രീതിയിൽ ഒരു സംഭവം നടന്നിരുന്നു. അതേസമയം സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഈ ഉഷയ്ക്ക് ഐക്യദാർഢ്യവുമായി ഹർഷിനയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അത് സംബന്ധിച്ച് അത്തരത്തിൽ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളടക്കം ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ആരോഗ്യ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.